പർവ്വത ശിഖരങ്ങളെ തൊട്ടുരുമി നിൽക്കുന്ന ഈ മേഘക്കൂട്ടങ്ങൾ ഏകദേശം 15,000 അടി ഉയരത്തിലെത്തുമ്പോൾ ഭൂമിയിലെ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ തോന്നുന്നു. 0 പോയിന്റിലേക്ക് ഇനി അധികം ദൂരമില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ളത് ശ്വാസമടക്കി പിടിച്ച് മാത്രം കടന്നു പോകേണ്ട അതീവ അപകടം നിറഞ്ഞ പാതയാണ്. മലമുകളിൽ നിന്നും കൂറ്റൻ പാറക്കൂട്ടങ്ങളും മണ്ണും ഇടിഞ്ഞു വീണ് റോഡ് ഏതാണ്ട് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഏതു നിമിഷവും മുകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടു വീഴാം എന്ന അവസ്ഥ. പ്രകൃതിയുടെ ഈ ഭയാനകമായ മുഖം കാണുമ്പോൾ ഉള്ളിലൊരു നടുക്കം വരുന്നത് സ്വാഭാവികം മാത്രം. ഒരു വശത്ത് അഗാധമായ താഴ്ച, മറുവശത്ത് ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന പർവ്വതം. ഡ്രൈവറുടെ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിന് കാരണമായേക്കാം. വണ്ടി വളരെ പതുക്കെ അതീവ ജാഗ്രതയോടെയാണ് ഈ ഭാഗം കടന്നു പോകുന്നത്. ശരിക്കും നെഞ്ചിടിപ്പ് കൂട്ടുന്ന നിമിഷങ്ങൾ. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ₹600 വാങ്ങിയ ഓക്സിജൻ സിലിണ്ടർ കയ്യിലെടുത്ത് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ത്യയുടെ അതിർത്തിയിലെ ഈ അവസാന പോയിന്റിൽ നിൽക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനു ജനാർദ്ദനൻ. വടക്കൻ സിക്കിമിലെ അതിമനോഹരമായ ലാച്ചോങ് ഗ്രാമത്തിൽ ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേ ആണിത്. സിക്കിമിലെ മഞ്ഞുമലകൾക്കിടയിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ചുറ്റും തല ഉയർത്തി നിൽക്കുന്ന മലനിരകളും ശാന്തമായ അന്തരീക്ഷവുമുള്ള ഈ ഗ്രാമീണ ഭംഗി ശരിക്കും ആസ്വദിച്ചാണ് ഞങ്ങൾ ഉണർന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 8600 അടി ഉയരത്തിലുള്ള ഇവിടെ നിന്നും സമയം പുലർച്ചെ 6 മണിക്ക് തന്നെ ഞങ്ങൾ വണ്ടി കയറുകയാണ്. മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന ഹിമാലയൻ പർവ്വതനിരകൾക്ക് ഇടയിലൂടെ ഏകദേശം 15,300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 0 പോയിന്റ് ആണ് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം. കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയും ദുർഘടമായ പാതകളും മനോഹരമായ പുഷ്പങ്ങൾ നിറഞ്ഞ താഴ്വരകളും കടന്നുള്ള ഈ യാത്രയുടെ ഓരോ നിമിഷവും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. 0 പോയിന്റിലേക്കുള്ള ആ മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലാച്ചോങ്ങിലെ ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങി അധികം സമയമായിട്ടില്ല. സിക്കിമിലെ ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന ഈ വഴികളിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. പാതയോരങ്ങളിൽ നിരനിരയായി നിൽക്കുന്ന വർണ്ണാഭമായ പ്രാർത്ഥനാ പതാകകളും പച്ചപ്പും മഞ്ഞു പുതച്ച മലനിരകളും ശരിക്കും ഒരു സ്വപ്നലോകത്തെ അനുസ്മരിപ്പിക്കുന്നു. തുടക്കത്തിൽ റോഡുകൾ അത്യാവശ്യം നല്ലതാണെങ്കിലും മുകളിലേക്ക് പോകുന്തോറും വഴി കൂടുതൽ ദുർഘടമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. മനോഹരമായ ബുദ്ധ സ്തൂപങ്ങളും ചെറിയ തടി വീടുകളും ഈ യാത്രയുടെ മാറ്റുകൂട്ടുന്നു. ഇനിയും ഒരുപാട് ദൂരം ഞങ്ങൾക്ക് മുന്നിലുണ്ട്. 0 പോയിന്റിലേക്കുള്ള ദൂരത്തിനൊപ്പം ഓരോ വളവിലും കാത്തിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് ആ കാഴ്ചകൾ ഒന്നൊന്നായി കണ്ടു തുടങ്ങാം. ലാച്ചോങ്ങിൽ നിന്നും ഏറെ ദൂരം മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു. 0 പോയിന്റിലേക്ക് ഇനി ഞങ്ങൾക്ക് യാത്ര തുടരണമെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. ഇതൊരു പ്രകൃതി ഭംഗിയുള്ള ഇടം മാത്രമല്ല, മറിച്ച് തന്ത്രപ്രധാനമായ ഒരു അതിർത്തി മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ
ഇവിടെ കാണിച്ച് കൃത്യമായ അനുമതി പത്രം വാങ്ങിയ ശേഷമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ടൂറിസ്റ്റുകളുടെയും വണ്ടികളുടെയും വിവരങ്ങളെല്ലാം ഇവിടെ കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പേപ്പർ വർക്കുകളെല്ലാം വേഗത്തിൽ തീർത്ത് ആ അനുമതി പത്രവും കൈപ്പറ്റി ഞങ്ങൾ വീണ്ടും ലക്ഷ്യത്തിലേക്ക് വണ്ടി തിരിക്കുകയാണ്. വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഈ ഇടുങ്ങിയ പാതകൾ സാഹസികതയും ഒപ്പം കുളിർമയും നൽകുന്നുണ്ട്. ഓരോ വളവ് തിരിയുമ്പോഴും പ്രകൃതി അതിൻ്റെ പുതിയ ഭാവങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. യാത്ര തുടരുന്തോറും വഴികൾ കൂടുതൽ മനോഹരമാവുകയാണ്. റോഡിന് ഇരുവശവും വർണ്ണാഭമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ. വീതി കുറഞ്ഞ ഈ റോഡുകളിലൂടെയുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണെങ്കിലും ആ ചുവപ്പും മഞ്ഞയും കലർന്ന പൂക്കളുടെ ഭംഗി കാണുമ്പോൾ ക്ഷീണമൊക്കെ പമ്പ കടക്കും. This music on yellowtunes.net. പച്ചപ്പുകൾ പതിയെ മാറി തുടങ്ങുന്നു. കല്ലുകളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ ഒരു പുതിയ ലോകത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. സീറോ പോയിന്റിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നുണ്ട്. ആ ആവേശം വാക്കുകൾക്കും അപ്പുറമാണ്.
ലക്ഷ്യസ്ഥാനം ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞ പോലെ ഒരു തോന്നൽ. ചുറ്റുമുള്ള പച്ചപ്പുകൾ പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ എങ്ങും ചാരനിറത്തിലുള്ള പാറക്കൂട്ടങ്ങളും അവയ്ക്കിടയിൽ വെള്ളപ്പട്ട് വിരിച്ചതുപോലെ മഞ്ഞുകട്ടകളും മാത്രം. പർവ്വത ശിഖരങ്ങളെ തൊട്ടുരുമി നിൽക്കുന്ന ഈ മേഘക്കൂട്ടങ്ങൾ ഏകദേശം 15,000 അടി ഉയരത്തിലെത്തുമ്പോൾ ഭൂമിയിലെ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ തോന്നുന്നു. തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചു കയറുന്നുണ്ടെങ്കിലും ഈ മഞ്ഞുമലകളുടെ ഗാംഭീര്യം ആ തണുപ്പിനെ മറക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വഴികൾ ഇപ്പോൾ റോഡുകളല്ല, വെറും പാറക്കെട്ടുകളാണ്. എങ്കിലും ഈ സാഹസികതയാണ് ഈ യാത്രയുടെ ആത്മാവ്. സീറോ പോയിന്റിലേക്ക് ഇനി അധികം ദൂരമില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ളത് ശ്വാസമടക്കി പിടിച്ചു മാത്രം കടന്നു പോകേണ്ട അതീവ അപകടം നിറഞ്ഞ പാതയാണ്. മലമുകളിൽ നിന്നും കൂറ്റൻ പാറക്കൂട്ടങ്ങളും മണ്ണും ഇടിഞ്ഞു വീണ് റോഡ് ഏതാണ്ട് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഏതു നിമിഷവും മുകളിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടു വീഴാം എന്ന അവസ്ഥ. പ്രകൃതിയുടെ ഈ ഭയാനകമായ മുഖം കാണുമ്പോൾ ഉള്ളിലൊരു നടുക്കം വരുന്നത് സ്വാഭാവികം മാത്രം. ഒരു വശത്ത് അഗാധമായ താഴ്ച, മറുവശത്ത് ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന പർവ്വതം. ഡ്രൈവറുടെ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിന് കാരണമായേക്കാം. വണ്ടി വളരെ പതുക്കെ അതീവ ജാഗ്രതയോടെയാണ് ഈ ഭാഗം കടന്നു പോകുന്നത്. ശരിക്കും നെഞ്ചിടിപ്പ് കൂട്ടുന്ന നിമിഷങ്ങൾ. ശ്വാസം അടക്കിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അവസാനം ഞങ്ങൾ ആ സ്വപ്നഭൂമിയിൽ എത്തിയിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 15,300 അടി ഉയരത്തിലുള്ള 0 പോയിൻ്റ്. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച തന്നെയാണിത്. ചുറ്റും മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന പർവ്വത ശിഖരങ്ങൾ. വായുവിന് കനം കുറവാണെങ്കിലും ഈ കാഴ്ച തരുന്ന ആവേശം അളവറ്റതാണ്. 600 രൂപയ്ക്ക് വാങ്ങിയ ഓക്സിജൻ സിലിണ്ടർ കയ്യിലെടുത്ത് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ത്യയുടെ അതിർത്തിയിലെ ഈ അവസാന പോയിന്റിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന വികാരം പറഞ്ഞറിയിക്കാൻ വയ്യ. ദൂരെ മഞ്ഞുമലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം തട്ടിത്തെറിക്കുന്നതും കോടമഞ്ഞ് ഒഴുകി നീങ്ങുന്നതും രസകരമായ കാഴ്ചയാണ്. ലാച്ചോങ്ങിൽ നിന്ന് തുടങ്ങിയ ആ പുലർച്ചെ യാത്രയ്ക്ക് ഇതിലും മികച്ചൊരു പരിസമാപ്തി ഇനി കിട്ടാനില്ല. പെയ്തിറങ്ങുന്ന മഞ്ഞിൻ കണങ്ങളെ തൊട്ടറിഞ്ഞ് ആ വെളുത്ത പരവതാനിയിലൂടെ സാവധാനം മുന്നോട്ട് നടക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. മലമുകളിൽ നിന്നും ഉരുകിയൊലിച്ചു വരുന്ന ഐസ് പോലെയുള്ള തണുത്ത വെള്ളത്തിൻ്റെ ചെറിയ അരുവികൾ ഈ മഞ്ഞുലോകത്തിന് കൂടുതൽ ഭംഗിയേകുന്നു. കൈവിരലുകൾ മരവിക്കുന്ന തണുപ്പാണെങ്കിലും ഈ കാഴ്ചകൾ തരുന്ന കുളിർമ ഒന്ന് വേറെ തന്നെയാണ്. കഠിനമായ ഈ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ഇതാ ഇവിടെ ചെറിയ തടിക്കുടിലുകൾ പോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് കയറിയാൽ നല്ല ചൂടുള്ള ചായയും കോഫിയും ലഘു ഭക്ഷണങ്ങളും നമുക്ക് ലഭിക്കും. മാത്രമല്ല ശരീരത്തിന് അല്പം ചൂടേകണമെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് മദ്യവും ഇവിടെ ലഭ്യമാണ്. ഈ ചെറിയ കടയ്ക്കുള്ളിലെ ആ ചൂടും സൗഹൃദ സംഭാഷണങ്ങളും യാത്രയുടെ ക്ഷീണം അപ്പാടെ മാറ്റിമറിച്ചു. അങ്ങനെ പ്രകൃതിയുടെ ഈ വിസ്മയവും മഞ്ഞുലോകത്തെ ഈ സുന്ദര നിമിഷങ്ങളും മനസ്സിലും ക്യാമറയിലും ഒരുപോലെ ഒപ്പിയെടുത്തുകൊണ്ട് ഒരുപിടി നല്ല ഓർമ്മകളുമായി ഞങ്ങൾ ഇനി മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. സിക്കിമിലെ ഈ അത്ഭുത ലോകത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പോകാനും മറക്കരുത്. മറ്റൊരു യാത്രാ വീഡിയോയുമായി വീണ്ടും ഞാൻ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.